നമ്മൾ യമഹ MGP32 and 24 ഫ്ലാഷ് അപ്ഡേഷനാണ് ഇപ്പം ചെയ്യാവുന്നത്. നമ്മൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് MGP32ൻ്റെയും M24ൻ്റെയും ഫയർവെയർ എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ താഴെ കാണാൻ പറ്റും. താഴെ കാണാൻ അതിൽ സിപ്പ് ഫയലുണ്ട്. ആ സിപ്പ് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ക്ലിക്ക് ആകുമ്പോൾ കഴിയുമ്പോൾ നമ്മൾ സൈഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇത് നമ്മൾ മൈ കമ്പ്യൂട്ടറിൽ അതിൽ സേവായി കിടക്കും. സേവായി കിടന്ന ശേഷം അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും അടിയിലായിട്ട് PGM ഫയൽ എടുക്കുന്നുണ്ടാവും. ആ PGM ഫയൽ നമ്മൾ എടുത്തിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പം ഒരു ഫയൽ കിടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കാണുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഫയൽ. അപ്പോൾ ആ എക്സ്ട്രാക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിനുള്ളിൽ ഇതിൻ്റെ PGM ഫയൽ കിടക്കും. നമ്മൾ ആ ഫയലിനെ എടുത്ത് കോപ്പി ചെയ്യുക. കോപ്പി ഒരു പെൻഡ്രൈവിലേക്ക്, ഒരു പ്ലെയിൻ പെൻഡ്രൈവ് ആയിരിക്കണം, അതിൽ വേറെ ഒന്നും പാടില്ല. ആ പെൻഡ്രൈവിലേക്ക് നമ്മളിത് കോപ്പി ചെയ്ത് കഴിയുമ്പം മിക്സറിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ റൈറ്റിംഗ് കാണിക്കും. അത് സ്റ്റാർട്ട് ലോഡിങ് ആവും. അത് ഓക്കെ അമർത്തുക. അതിനുശേഷം മിക്സറിൻ്റെ ഇൻ്റർഫേസ് കണ്ടാൽ മനസ്സിലാവും. അതിൽ നമ്മൾ ഡാറ്റ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അത് മിക്സറിൽ ഡാറ്റ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സോഫ്റ്റ്വെയർ പോയിട്ട് അടുത്ത സോഫ്റ്റ്വെയർ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഫ്ലാഷ് അപ്ഡേറ്റ് എന്ന് പറയാം. പലരുടെയും മിക്സറിൽ ഇത് വന്നിട്ടുണ്ടാവും. അതിനുശേഷം റൈറ്റിംഗ് ആവുകയും ചെയ്യും. അത് ഓട്ടോമാറ്റിക് വെരിഫൈ ചെയ്ത് നമ്മളിതിൽ സ്റ്റാർട്ട് പ്രോഗ്രാം വന്നതിന് ശേഷം ഓക്കെ കാണുന്നില്ലേ, ഓക്കെ കാണുന്ന അവിടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മിക്സർ റീസ്റ്റാർട്ട് ആയി അപ്ഡേറ്റഡ് ആയി കാണും. ഓക്കെ, ഇത് കണ്ടോ. ഇപ്പം നമ്മുടെ മിക്സർ രണ്ടാമത് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. റീസ്റ്റാർട്ടായി അപ്ഡേഷനായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രോസസ്സാണ്. അതായത് MGPയുടെ മിക്സറിൽ ഫ്ലാഷ് അപ്ഡേഷൻ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ.